എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. ഇത് വളരെ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. നല്ല എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. നമ്മൾ പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇതിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് നമുക്കറിയാം ഒരു എക്സ്പ്രഷൻ എന്താണ്, ഒരു വേരിയബിൾ എന്താന്ന് നമുക്കറിയാം. എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോ 3x+2 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാലോ 3x+2 = 12. ഓക്കെ, ഇതിലൊരു ഈക്വൽ ടു സൈൻ കിട്ടുമ്പോൾ അതെന്താവും? ഈക്വൽ ടു സൈൻ ഇടുമ്പോൾ അതൊരു ഇക്വേഷൻ ആവും. ഓക്കെ, ഇതൊരു എക്സ്പ്രഷൻ ആണ്, ഇതൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ രണ്ട് സൈഡ് ഉണ്ട്. ഈ ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡും ഉണ്ട്, ഈക്വൽ ടുവിന് റൈറ്റ് സൈഡും ഉണ്ട്. ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിനെ പറയുന്നതാണ് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, LHSഉം RHSഉം ഉണ്ട്. പിന്നെന്താണ് ഇതില് 2 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. X എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. എക്സിന്റെ കൂടെയുള്ള എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഡിജിറ്റിനെ പറയുന്നത് അതിന്റെ കോയിഫിഷ്യന്റ് എന്നാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ലീനിയർ ഇക്വേഷൻ എന്താണ്? ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ഈ എക്സിന്റെ പവർ ഇവിടെ 1 ആണ്. ഓക്കെ, എക്സിന്റെ പവർ 1 ആയിട്ടുള്ള ഇക്വേഷൻസിനെ പറയുന്നതാണ് ലീനിയർ ഇക്വേഷൻസ്. ഇനിയിപ്പോ ചിലതില് 3x² + 2x + 5 = 100 ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഇക്വേഷനിൽ എക്സിന്റെ പവർ എത്രയാണ്? 2 ആണ്. ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. ലീനിയർ ഇക്വേഷനിൽ എക്സിന്റെ പവർ എത്രയായിരിക്കും? 1 ആയിരിക്കും. 1 നമ്മൾ ഇങ്ങനെ പ്രത്യേകം എഴുതണമെന്നില്ല. അതിപ്പോ നമ്മൾ കോയിഫിഷ്യന്റ് ആണെങ്കിലും അതെ, നമുക്ക് 1 ആണെങ്കിൽ അത് എഴുതില്ല. x + 2 = 12. ഇവിടെ 1 എഴുതിയില്ലെങ്കിലും അതിന്റെ മീനിങ് ഇവിടെ 1 ഉണ്ട് എന്നാണ്. ഓക്കെ, 1 നമ്മൾ പ്രത്യേകം എഴുതില്ല. നമുക്ക് ഇതിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. 2x - 3 = x + 2. ഇത് ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും ഒരു വേരിയബിൾ ഉണ്ട്, റൈറ്റ് സൈഡിലും വേരിയബിൾ ഉണ്ട്. രണ്ട് സൈഡിലും വേരിയബിൾ വരാണെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ ഒരുമിച്ച് കൊണ്ടുവരണം. ഈ രണ്ട് വേരിയബിളിനെയും ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. ഇപ്പൊ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ളതിനെ നമുക്ക് ഒരുമിച്ച് ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ 3നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, 2x ഇവിടെ ഉള്ളത് 2x. ഈ 3 റൈറ്റ് സൈഡിലോട്ട് പോകണം. അപ്പൊ ഇനി ഇവിടെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഈക്വൽ ടു ആണ്. ഈക്വൽ ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ആദ്യം എഴുതാം. x + 2. ഓക്കെ, എന്നിട്ട് ഈ 3നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ -3 എന്നുള്ളത് എന്താവും? +3 ആവും. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 2x = x + 2 + 3 5. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ എക്സിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, 2x ഇത് +x ആണ്. ഇത് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എന്താവും? -x ആവും. ഓക്കെ, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഈക്വൽ ടു ഇവിടെ 5. ഓക്കെ, 2x - x = 5. നമുക്ക് ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും പോകുമ്പോഴാണ് സൈൻ ചേഞ്ച് ആവുക, അല്ലാണ്ട് സൈൻ ചേഞ്ച് ആവില്ല. ലെഫ്റ്റിലുള്ളത് റൈറ്റിലോട്ട് വന്നാലും റൈറ്റിലുള്ളത് ലെഫ്റ്റിലോട്ട് വന്നാലാണ് സൈൻ ചേഞ്ച് ആവുക. ഓക്കെ, ഇനി നമുക്കിവിടെ 2xഉം x ഉണ്ട്. x എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇവിടെ എന്തുണ്ടെന്നാണ്? 1 ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, 2x - 1x നമ്മൾ എങ്ങനെ ചെയ്യാം? 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഓക്കെ, 1x = 5. ഇങ്ങനെ എക്സും എക്സും ഉണ്ടെങ്കിലാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുപോലെ എക്സും 5ഉം ഒരു വേരിയബിളും ഒരു കോൺസ്റ്റന്റും ആണെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടും എക്സും എക്സും ആണെങ്കിലാണ് നമുക്ക് ഇതുപോലെ സബ്ട്രാക്ഷൻ അഡീഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആൻസർ എന്ത് കിട്ടി? x = 5 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം.
സെക്കൻഡ് എക്സാമ്പിള്. ഈ എക്സാമ്പിളിലും രണ്ട് സൈഡിലും ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിലും ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലും എന്തുണ്ട്? എക്സ് ഉണ്ട്. ഈ എക്സ് ഉള്ളതിനെ എപ്പോഴും ഒരുമിച്ച് കൊണ്ടുവരണം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ 7/2നെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത് +7/2 ആണ്. ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? -7/2 ആവും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ബാക്കി ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ 5x മാത്രമായിരിക്കും. 5x ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഓൾറെഡി എന്തുണ്ട്? 3/2x -14. ഇത് റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉള്ളതാണ്. ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ -7/2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വേണം? ഇതിന് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എക്സ് ഉള്ളതൊക്കെ ഒരു സൈഡിൽ കിട്ടും. ഓക്കെ, 5x -3/2x ഈക്വൽ ടു ഇത് +3/2x ആണ്. ലെഫ്റ്റിലോട്ട് വന്നപ്പോൾ -3/2x ആയി. ഓക്കെ, ഇത് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? -14 -7/2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതില് ഇവിടെ 3/2 ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 5/1 ആണ്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എടുക്കാം. ഡിനോമിനേറ്റർ 2 ആക്കാം. രണ്ടിന്റെയും LCM 2 എടുക്കാം. ഓക്കെ, 1 × 2 ആണ് 2. 5 × 2 is equal to 10x മൈനസ് ഇവിടെ എത്ര വരും? 3x. 3x is equal to ഇവിടെയും ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ 2 ഉണ്ട്. രണ്ടും 2 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കാം. 2 -28 വരും. 14 × 2 -28 -7. ഓക്കെ, ഇപ്പൊ എന്തായി? ഡിനോമിനേറ്റർ ഉണ്ട് സെയിം ആയി. 10x - 3x 7x/2 is equal to ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും മൈനസ് ആണ്. രണ്ടും മൈനസ് ആവുമ്പോൾ എന്ത് ചെയ്യാം? മൈനസ് സൈൻ ഇട്ടിട്ട് ആഡ് ചെയ്യാം. 28 + 7 29 30 31 32 33 34 35 -35/2 ചെയ്യാം. ഓക്കെ, ഇനി എന്ത് വേണം? നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ എക്സ് നമുക്ക് എക്സിന്റെ വാല്യൂ മാത്രമാണ് കിട്ടേണ്ടത്. എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ 7/2 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. എക്സ് ഈക്വൽ ടു നമുക്ക് റൈറ്റ് സൈഡിൽ ഏതുണ്ട്? -35/2 ഓൾറെഡി ഉണ്ട്. അത് നമുക്ക് എഴുതാം. -35/2. ഇത് ഈ 7/2നെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? ഇവിടെ /2 ആണ്. എക്സ് /2 ആണുള്ളത്. ഈ 2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ×2 ആവും. ×2 ആവും. ഈ 7 എന്താണ്? ×7 ആണ്. അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ /7 ആവും. ഓക്കെ, അപ്പൊ 7/2 എന്നുള്ളത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2/7 ആവും. ഓക്കെ, ഈ 7 35ല് 5 ടൈംസ് പോവും. ഓക്കെ, 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഈ മൈനസ് ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? -5. ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഒറ്റയടിക്ക് ചിലപ്പോൾ ചിലര് ഇത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും, ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഇത് തെറ്റുപറ്റി പോകും. കാരണം സൈനൊക്കെ ഇപ്പൊ ഇത് ചിലപ്പോൾ മൈനസ് ഇടാൻ മറന്നു പോകും, ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പ്ലസ് ഇടാൻ മറന്നു പോകും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുമ്പോഴാണ് എന്താണ് തെറ്റ് പറ്റുക. ഓരോ സ്റ്റെപ്പിലും ഓരോ കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സൈൻ ഒന്നും അധികം തെറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ 3. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? 6x + 1 / 3 + 1 = x - 3 / 6. നമുക്ക് ആദ്യം തന്നെ ഈ 1നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ +1 എന്നുള്ളത് എന്താവും? റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1 ആവും. അപ്പൊ 6x + 1 / 3 is equal to x - 3 / 6 -1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇതിന് എക്സിനൊക്കെ നമുക്ക് ഒരുമിച്ചാക്കണം. അതിനായിട്ട് ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം.
6x plus 1 divided by 3. ഇത് നമുക്കിവിടെ പ്ലസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ബ്രാക്കറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റില്ല ഒരിക്കലും. ഓക്കെ, മൈനസ് എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു, ഇതാണ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത്. ഇത് ഓൾറെഡി റൈറ്റ് സൈഡിലാണ്. ഇത് റൈറ്റ് സൈഡിൽ തന്നെ, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതാണ് ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നത്, അതുകൊണ്ടാണ് ഇത് മൈനസ് ആയത്. ഓക്കെ, നമുക്കിനി എന്ത് വേണം? നമുക്കിത് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. നമുക്കിതിന്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആവാൻ വേണ്ടിയിട്ട് ഈ 3 എന്നുള്ളത് നമുക്ക് 6 ആക്കാൻ പറ്റും. 6 ആക്കണമെങ്കിൽ എന്ത് വേണം? 2/3. 2/3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 × 3 6 കിട്ടും. ഓക്കെ, നമുക്ക് ഡിനോമിനേറ്റർ 6 ആക്കാം. 2 × 6x plus 1 divided by 6 മൈനസ്, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ തെറ്റും. എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു -1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് രണ്ടിനും ഒരുമിച്ച് എഴുതാം. ഡിനോമിനേറ്റർ 6 ആയിട്ട് ഒരുമിച്ച് എഴുതാം. ഡിനോമിനേറ്റർ 6, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 6 ആണ്. എന്ത് വേണം? 2 × 6x മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 6x എന്ന് പറയുന്നത് 12x വരും. 12x. ഓക്കെ, ഇനി 2 × 1. 2 × 1. ഈ 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ഈ 2 എന്ന് പറയുന്നത് 6x-നും 1-നും കൂടി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, 2 × 1 2, രണ്ടും പോസിറ്റീവായ കാരണം +2. ഓക്കെ, മൈനസ് സൈൻ ഉണ്ട്. മൈനസ് എക്സ് മൈനസ് 3, മൈനസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് മൈനസ് ഇൻറ്റു -3 +3. ഓക്കെ, +3 ഇസ് ഈക്വൽ ടു എത്ര വരും? -1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് ഉള്ളതിനെ നമുക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. 12x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 11x. +2ഉം +3ഉം കൂടെ എത്രയാവും? +5 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു -1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ 6നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. 11x + 5 ഇസ് ഈക്വൽ ടു -1. ഇവിടെ ഡിവൈഡഡ് ബൈ 6 ആണ്, ഇൻറ്റു 6 ആവും. അപ്പോൾ -6 ആവും. 11x + 5 ഇസ് ഈക്വൽ ടു -6 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ 5നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എത്ര വരും? 11x ഇസ് ഈക്വൽ ടു -6 - 5. -6 - 5 ഇവിടെ ചെയ്യും. 11x ഇസ് ഈക്വൽ ടു -11 വരും. ഓക്കെ, -5 -6 -5 എന്ന് പറയുന്നത് രണ്ടും മൈനസ് ആണ്. ആഡ് ചെയ്തു, മൈനസ് ആയിട്ടു, -11 വന്നു. എക്സ് ഈക്വൽ ടു -11. ഇവിടെ ഇൻറ്റു 11 ആണ്. അത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 11 ആവും. ഓക്കെ, -1. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? -1. എക്സാമ്പിൾ 4. 5x minus 2 into 2x minus 7 is equal to 2 into 3x minus 1 plus 7/2. നമുക്കിതിൽ ആദ്യം എന്ത് വേണം? ആദ്യം തന്നെ ഈ ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്യാം. 2നെ 2x കൊണ്ടും, 2നെ -2നെ 2x കൊണ്ടും, -2നെ -7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സൈഡിൽ 2നെ 3x കൊണ്ടും, 2നെ -1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. 2നെ 2x കൊണ്ടും ഈ -7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് 5x -2 into 2x. ഇവിടെ മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ഓക്കെ, -2 into 2 4x -2 into -7 plus 14 is equal to 2 into 3x 6x minus 2 into -1 -2 plus 7/2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ
രണ്ട് എക്സ് ഉണ്ട്. എക്സ് ഉള്ള ടേമുകളെ നമുക്ക് ഒരുമിച്ചാക്കാം. 5x - 4x എന്ന് പറയുന്നത് എക്സ്, അതായത് 5 - 4 1 നമുക്ക് ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. എക്സ് പ്ലസ് 14 ഇസ് ഈക്വൽ ടു 6x. ഇവിടെ നമുക്ക് എക്സ് ഇല്ലാത്ത ടേമുകളാണ്, നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്താലും മതി. 2 പ്ലസ് 7/2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 14 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. എക്സ് ഈക്വൽ ടു ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇവിടെ വേറെ ടേമുകളൊന്നുമില്ല. ഇവിടെ ഉള്ളത് ഈ സൈഡിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ എഴുതാം. 6x - 2 പ്ലസ് 7/2. ഈ പ്ലസ് 14 എന്നുള്ളത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ -14 ആവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പില് എക്സുകളെ നമ്മൾ ഒരു സൈഡിലോട്ട് ആക്കണം. അതിനായിട്ട് ഈ 6xനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഇത് പ്ലസ് 6x ആണ്, ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ അത് -6x ആവും. എക്സ് - 6x ഇസ് ഈക്വൽ ടു -2 പ്ലസ് 7/2 -14. ഓക്കെ, എക്സ് - 6x, ഇതിന് നമുക്ക് ഇത് 1x ആണ്. 1 - 6 പ്ലസ് 1 ആണ്. പ്ലസ് 1ഉം -6ഉം. ഓക്കെ, പ്ലസ് മൈനസ് ആവുമ്പോൾ ബിഗ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് ബിഗ് നമ്പറിന്റെ സൈൻ ഇടാം. -5x ഇസ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് -2ഉം -14ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? -16 പ്ലസ് 7/2. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ചെയ്യാം. -5x ഇസ് ഈക്വൽ ടു, നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡിനോമിനേറ്റർ രണ്ടിന്റെയും സെയിം ആയിരിക്കണം. ഇപ്പൊ ഇവിടെ 1 ആണുള്ളത്. രണ്ടിന്റെ ഡിനോമിനേറ്ററും സെയിം ആവാനായിട്ട് LCM 2 എടുത്തു. -16 ഇൻറ്റു 2, -16 ഇൻറ്റു 2 വരുമ്പോൾ 6 ഇൻറ്റു 2 12, 1 ഇൻറ്റു 2 2 പ്ലസ് 1 3, 32 വരും. -32 പ്ലസ് 7. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പില് -5x ഇസ് ഈക്വൽ ടു -32 പ്ലസ് 7. ഓപ്പോസിറ്റ് സൈൻ ആണ്, പ്ലസും മൈനസും ആണ്. സബ്ട്രാക്ട് ചെയ്ത് ബിഗ് നമ്പറിന്റെ സൈൻ ഇടാം. ഓക്കെ, ഇത് എത്രയോ 12 ആവും. 5 2 25. ഇതിൽ ബിഗ് നമ്പറിന്റെ സൈൻ ഇടുക, ബിഗ് നമ്പറിന്റെ സൈൻ മൈനസ്. ഓക്കെ, ബൈ 2. ഇവിടെ എന്താണ്? -5/1 ആണ്. എക്സിനെ മാത്രം ഈ സൈഡിൽ നിർത്തിയിട്ട് ഇത് റൈറ്റ് സൈഡിലോട്ട് പോവാം. റൈറ്റ് സൈഡിൽ ഓൾറെഡി 25/2 ഉണ്ട്. ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 1 ഇവിടെ എത്തുമ്പോൾ മൾട്ടിപ്ലൈഡ് ന്യൂമറേറ്ററിൽ വരും. ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളത് ന്യൂമറേറ്ററിൽ വരും, ന്യൂമറേറ്ററിൽ ഉള്ളത് ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 5ഉം 25ഉം ക്യാൻസലായി. 5 വന്നു, മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. ബാക്കി 5 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2. എക്സിന്റെ വാല്യൂ 5/2. ഓക്കെ, ഇവയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന എക്സാമ്പിൾസ്. ഇതിന്റെ എക്സസൈസുകൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.